എന്തെങ്കിലും എടുത്തു അതിനുണ്ട് ശേഷം അതിനുണ്ട് നമ്മൾ മിക്സ് ജ്യൂസ് കുടിക്കാൻ പോവാണ്. ലെമൺ പിന്നെ നന്നാറി. ആദ്യം വന്ന് വെച്ച സ്പോട്ടാണ് ആ കാണുന്നത്. അവിടെ ചെറിയൊരു ഇതുണ്ട് അവിടെ. അതെ നമ്മുടെ നന്നാരി സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പോയി കുടിക്കാം. റെഡിയായി സഞ്ജീവ് പോയി മേടിക്കുന്നതായിരിക്കും. സഞ്ജീവ് എനിക്ക് വന്നുകൊണ്ടിട്ട് ഞാൻ കുടിക്കാൻ വേണ്ടി പോയാണ്. ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒരു 360 ഡിഗ്രിയിലെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമുക്ക് നന്നായി എൻജോയ് ചെയ്യാം. അവിടെയൊക്കെ പുതിയ പുതിയ വീടോ റിസോർട്ടോ എന്തൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ആ വ്യൂ എല്ലാം എൻജോയ് ചെയ്യുന്നത്. കണ്ടോ, അത് നമ്മളുടെ ഡ്രൈവറാണ്. പുള്ളിയാണ് നമ്മളെ ഇവിടേക്ക് എത്തിച്ചത്. നല്ലൊരു അഡ്വഞ്ചറസ് ഓഫ് റോഡ് റൈഡായിരുന്നു. ഇത് കണ്ടോ, റൺവേ, നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 3 ഡെസ്റ്റിനേഷൻ കവർ ചെയ്ത് തിരിച്ച് നമ്മളുടെ ബൈക്ക് വെച്ചിരിക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിനടിയിലുള്ള കുളിക്കടവ്. ആ അത് തന്നെ, പാലത്തിൻ്റെ അടിയിലുള്ള കുളിക്കടവ്. അതാണ് ഈ ഡെസ്റ്റിനേഷൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇങ്ങടേക്ക് എത്തിയിരിക്കണേ. അവിടെ ഒരു പല വിശി മീനൊക്കെ പിടിക്കുന്നുണ്ട്. മീനുണ്ടായിരുന്നു, വെള്ളത്തിയുണ്ട് ഉണ്ട്. വേറെ കുഞ്ഞു മീനുണ്ട്, കുറച്ച് വെള്ളത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നല്ല അടിപൊളി വഴി. അപ്പോൾ തമിഴ്നാട്ടിലെ ആക്കുന്നത് തെങ്ങുംതോപ്പിൻ്റെ നടുവിലൂടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കമ്പത്ത് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കണേ. എല്ലാവരും ഉണ്ട്. അപ്പോൾ ബിരിയാണിയും മീൽസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മീൽസ് വന്നിട്ടുണ്ട്. ഷാജിപ്പാപ്പൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മളുടെ ബിരിയാണി എത്തിക്കഴിഞ്ഞു. നോക്കിയാൽ ഈ ഒരു സ്റ്റൈലിലാണ് കമ്പത്ത് ബിരിയാണി പ്ലേസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, അടിപൊളി. നല്ല എരിവുണ്ടെന്ന് മസാലയ്ക്ക്. സാധാരണ നമ്മളവിടെ കിട്ടുന്നതിനേക്കാൾ കുറച്ചൊരു എരിവുള്ള മസാലയാണ്, പക്ഷേ കൂടുതൽ മസാലയില്ല. നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ ഇറക്കി ഇനി മുന്തിരിത്തോപ്പിലേക്ക് പോവുകയാണ്. യെസ്, ഫാം ഫ്രഷ് അവിടേക്ക് പോണേണ്. നമുക്ക് ഉള്ളിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം. അതുണ്ടോ മുന്തിരി കിടക്കുന്നുണ്ടോ? അതിന് മുന്നേ പോയി നമുക്ക് ഏതായാലും പോയി നോക്കാം. നല്ല സ്റ്റൈലും പ്ലേസ്. നമ്മൾ ഏകദേശം ഒരു 20-25 കിലോമീറ്റർ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അടുത്തുനിന്ന് റൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കാം. രണ്ട് അഭ്യാസം കാണിക്കും, ചാടിനണ്ട് കിക്കൊക്കെ അടി. നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടന്ന് എൻജോയ് ചെയ്യണേ. അടുത്ത പരിപാടി നേരെ ജ്യൂസ് കുടിക്കാൻ കയറണ്ട. മാർക്കും ജ്യൂസ് കുടിക്കാൻ കയറണ്ടേ? അവർ പോയി തോന്നുന്നു. അവര് പോയി തോന്നുന്നു. അതെ, പഴുത്ത മുന്തിരിത്തോപ്പിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരു താറാവൊക്കെ നിൽക്കുന്നുണ്ട്. Don't pluck the grapes. 5 rupees 500. മാർക്ക് എന്ത് തള്ളാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്? പച്ചമുന്തിരി. താഴെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറിക്കാൻ പോണ ഗൈസ്. പറയുന്നല്ലേ പറിക്കാൻ പോകുന്നു ഗൈസ്.
പറിക്കരുത് കടിക്കരുത്. നോക്കൂ, സമയമില്ലെന്ന് മുന്തിരിയുടെ ഇടയിൽ നിന്ന് നോക്കാൻ എനിക്ക് ടൈമില്ലെന്ന്. അപ്പോൾ അനൂപ് ബിയർ മേടിച്ചിട്ട് നോൺ ആൽക്കഹോളിക് ബിയർ എന്നൊക്കെ പറഞ്ഞ് നല്ല ആൽക്കഹോളുള്ള ബിയർ മേടിച്ച് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേപ്പ് ഫാമിൽ കയറിയതാണ് നമ്മൾ, ഫ്രഷ് ഫാം. അപ്പോൾ ഇവിടെ കയറിയിട്ട് ഇതൊക്കെ മേടിച്ചടിക്കുന്നുണ്ട്. മാർക്കോ ബിയർ ഗീവ്സ് മീ വിങ്സ്. ആ വിങ്സ് ഒന്ന് കാണിച്ചു കൊടുത്തേ. കൊടുക്കണില്ല. ഒറോടി യെസ്, നല്ല അടിപൊളി. ഞാൻ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗ്രേപ്പ് ഫാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേന് ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ എങ്ങടേക്കാണ് പോകുന്നത്? കുമളി ഡയറക്റ്റ് എറണാകുളം. അത് തന്നെ, നേരെ കുമളിയിൽ നിന്ന് ഡയറക്റ്റ് എറണാകുളത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതിന് മേളിൽ നോക്കിയാൽ ഫ്രണ്ട്സ്, നമ്മൾ ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബൈക്ക് റൈഡായിരുന്നു. അപ്പോൾ അതേ ബൈക്കോട് ഒതുക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി വഴി, ചെറിയ വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടോ, തോട്ടമുണ്ട് രണ്ട് സൈഡിലും. നല്ല സൂപ്പർ വഴിയായിരുന്നു. അപ്പോൾ അവിടെ കൂടി നല്ല അടിപൊളി റൈഡ് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഓടിച്ചോടിച്ചോടിച്ച് വന്നത്. മഴയുമില്ല, വെയിലുമില്ല, നല്ല കൂൾ അറ്റ്മോസ്ഫിയർ. റോഡിൽ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാം. മാർക്കോ, ആ ക്യാമറയൊക്കെ എടുത്ത് ഉപയോഗിക്കും. മാർക്കോ, എന്താണ് വഴീനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. സൂപ്പർ വഴി. നമുക്ക് എല്ലാ ആഴ്ചയും ഈ വഴിക്ക് വരണം. എല്ലാ ആഴ്ചയും ഒരു ദിവസം വെച്ചിട്ട് വരണം അല്ലേ? അതെ അതെ, ഒരു ദിവസത്തിൽ 2 നേരം വെച്ച് വന്നു. യെസ്, ഇതാണ്ടോ, ഇത്ര നേരമായിട്ട് വണ്ടികളൊന്നും വന്നിട്ടില്ല. നമ്മളപ്പോൾ അതെ ഈവനിങ് സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരിക്കുന്നതാണ്. സ്ഥലം ഏതാണ്? കട്ടപ്പന. യെസ്. അപ്പോൾ ജയകൃഷ്ണൻ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റോടെ കാണുന്നത് കപ്പ ബിരിയാണി. ഇവിടെ ഈ ഒരു സ്റ്റൈലിലാണ് ഇവിടെ കപ്പ ബിരിയാണി സെർവ് ചെയ്യുന്നത്. മനസ്സിലാവും. അല്ലാതെ കാശില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേടിക്കാത്തതല്ല. അപ്പോൾ ആ സ്റ്റൈൽ തന്നെ കണ്ടാലറിയാം. ഭയങ്കര വിലയാണ്. എത്രയാണ്? 580. 580 റുപ്പീസ് കപ്പ ബിരിയാണി. പ്ലസ് GST. അപ്പോൾ ഏകദേശം ഒരു 600 അടുത്ത് വരും. എന്നാലും ടേസ്റ്റിയാണ്, വർത്താണ് അല്ലേ? അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് ആ മുഖത്തുള്ള ആ സന്തോഷം കണ്ട. കൈ അവിടെ കൊണ്ടത് വെച്ചേക്കണേ ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ബാക്കി യാത്ര തുടരുന്നതായിരിക്കും. ഓക്കെ, അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് 2 പൊറോട്ടയും കേരക്കറിയും ഓർഡർ ചെയ്ത് സംഭവം വന്നിട്ടുണ്ട്. ലൈം ജ്യൂസും വന്നു. ഷാജിപ്പമ്മിൽ ലൈം ജ്യൂസ് അടിക്കുന്നു. അപ്പോൾ നമ്മുടെ നൈറ്റിലെ ഡിന്നറാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് വൈകിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡിന്നർ പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഡിന്നർ വീട്ടിൽ പോയി കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മൾ സാഹസികമായ ഒരു യാത്രയുടെ ഇത് കാരണം നമ്മൾ ഇപ്പം ഒരു തട്ടുകടയിൽ കയറി കട്ടൻ കാപ്പിയും ഓംലെറ്റും കഴിക്കാൻ പോവാണ്. ഡാനി വേറെ എന്തൊക്കെ സാധനം പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി മാർക്കോ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഡാനിക്ക്. അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മന്തി കുഴിമന്തി. ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ മിക്കവാറും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും.